ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കിയുള്ള ബിജെപിയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തുടങ്ങിയ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കൂ എന്ന ബാനറിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടത്തുന്നത്. ബിജെപി ജനാധിപത്യത്തെ കൊല്ലുകയാണ് എന്ന് പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചു. വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നുന്നതിന് പകരം മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണം തടസ്സപ്പെടുത്താനാണ് ബിജെപി ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗഗോയ് പറഞ്ഞു. കർണാടകയിലെ ഭരണം തുലാസിലാവുകയും ഗോവയിൽ കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് ലയിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ദില്ലിയിൽ പ്രതിഷേധം കനക്കുന്നത്. ഗോവയിൽ കോൺഗ്രസിന് 15 എംഎൽഎമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 10 പേർ ബിജെപിയിൽ ലയിക്കാൻ ബുധനാഴ്ച തീരുമാനിച്ചു. കഴിഞ്ഞ മാസം സമാനമായ സാഹചര്യം കോൺഗ്രസ് തെലങ്കാനയിലും നേരിട്ടിരുന്നു. തെലങ്കാനയിലെ 18 കോൺഗ്രസ് എംഎൽഎമാരിൽ 12 പേർ ടിആർഎസിൽ ചേരുകയായിരുന്നു. കർണാടകയിൽ 16 ഭരണകക്ഷി എംഎൽഎമാരാണ് രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭരണം വീഴുമോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കർണാടകത്തിൽ ബിജെപിയുടെ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി ആരോപിച്ചു. എന്നാൽ താൻ രാജിവെക്കാനില്ലെന്ന് മുഖ്യമന്ത്രി കുമാരസ്വാമി പറയുന്നത്. ഞാൻ എന്തിന് രാജിവെക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. താൻ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നും കുമാരസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2008-2009 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കെതിരെ 18 ബിജെപി വിമത എംഎൽഎമാർ രംഗത്ത് വന്നിരുന്നു. എന്നിട്ട് യെദ്യൂരപ്പ രാജിവെച്ചിരുന്നോ എന്നും കുമാരസ്വാമി ചോദിച്ചു. വിമതർ രാജിവെച്ച സാഹചര്യത്തിൽ സ്പീക്കർ BSP MLA മഹേഷ് എന്നിവരടക്കം കോൺഗ്രസ് JDS സർക്കാരിന് 101 എംഎൽഎമാരുടെ പിന്തുണയാണുള്ളത്. എന്നാൽ രാജിവെച്ച ചിലർ പിന്മാറുമെന്നും സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.